നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ, ഇങ്ങനെ ഒരാളുണ്ടോ? ഒരു അറിവില്ലല്ലോ. ഞാനന്നും ഇന്ന് ഇവിടെ തന്നെ ഉണ്ട്. നിന്നെയാ കാണാനില്ലാത്ത. ഒരേ വഴിയിൽ സഞ്ചരിച്ചിരുന്ന നമ്മളിപ്പോ രണ്ട് വഴികളിലാ ഉള്ളത്. നീ ഇപ്പൊ വിളിച്ചത് നിന്റെ പരിഭവവും പരാതിയും പറയാനാണെങ്കിൽ ഞാൻ നിന്നെ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. എന്റെ പരിഭവം നീ കാണണ്ട. എന്റെ പരാതി ഞാൻ പറയുന്നുമില്ല, നീ കേൾക്കുകയും വേണ്ട. ഞാനിപ്പോ വിളിച്ചത് എനിക്കൊരു സഹായം വേണമെന്ന് പറയാനാ. ഡോക്ടർ കബീറിനെ കൊണ്ട് ഞാനാണെല്ലാം ചെയ്യിച്ചതെന്ന് അർച്ചന അറിഞ്ഞു. ഇനിയിപ്പോ അർച്ചന പുറത്തേക്ക് പോയിട്ടുണ്ട്. എനിക്കെതിരെ കേസ് കൊടുക്കാനാണോ എന്നൊരു സംശയം. വീട്ടിലാരോടും അവളത് പറഞ്ഞിട്ടില്ല. പക്ഷേ അവളത് പറയും, എനിക്കുറപ്പാ. അങ്ങനെ വന്ന അന്ന് ഞാൻ ഈ വീടിന് പുറത്താ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അർച്ചന ഇല്ലാതാക്കണം. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാനിവിടേക്ക് വന്ന എന്തിനാണെന്നും എന്തുദ്ദേശത്തോടെയാണ് ഞാനിവിടെ തുടരുന്നതെന്നും നിനക്ക് നന്നായിട്ട് അറിയാലോ. നീ അത് മറന്നെങ്കിലും ഞാനിപ്പോഴും അതേ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. ഞാൻ എന്ത് വേണമെന്നോ നീ പറയുന്നേ? കൊല്ലണം, വെട്ടി നുറുക്കിയെടുക്കണം അവളെ. ആ അർച്ചനെ. ധനുഷ് വന്നതോടുകൂടി അവന്തിക കുറച്ചൊന്ന് പുറകോട്ട് വലിഞ്ഞേ ഉള്ളൂ. പഴയ വീറും വാശി ഇപ്പോഴും ഈ മനസ്സിലുണ്ട്. എന്നെ കൈനീട്ടി അടിച്ച് അവളുടെ വലത് കൈ വെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവെക്കണം. എന്താ, പറ്റോ? പറ്റും. എന്നെ കൈനീട്ടി അടിച്ച് അവളുടെ വലത് കൈ വെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവെക്കണം. എന്താ, പറ്റോ? പറ്റും. മൂർത്തി, നീ എവിടെയാ? ഗോപാല, എന്തെങ്കിലും വിവരം കിട്ടിയാ? ഇല്ല, അവള് പോകാൻ സാധ്യത ഉള്ളിടത്തൊക്കെ ഞാനും അച്ഛനും കൂടെ അന്വേഷിച്ചു. അവിടെ എങ്ങും എത്തിയിട്ടില്ലെന്നാ പറഞ്ഞേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.